സ്വാഗതം സുസ്വാഗതം. സ്കോർ ലൈൻ കേരള പ്രീമിയർ ലീഗിലെ മറ്റൊരു മനോഹര പോരാട്ടത്തിലേക്ക് ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളി ഫുട്ബോൾ ആരാധകരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. ഇറ്റ്സ് മുത്തൂറ്റ് ഫുട്ബോൾ അക്കാദമി ടേക്കിംഗ് ഓൺ കേരള പോലീസ്. നരേഷ് തൊട്ടടുത്ത് വരെ എത്തി നരേഷ്, പക്ഷേ പെനാൾട്ടി ഏരിയക്കകത്തേക്ക് നല്ലൊരു ഡിസ്ട്രിബ്യൂഷൻ, അഗൈൻ നല്ലൊരു അവസരമോ, ഒരു കോർണർ കിക്കിലേക്ക് വരികയാണ്. അവിടെ മുത്തൂറ്റ് ഫുട്ബോൾ അക്കാദമിയുടെ മനോഹരമായ ഒരു കോർണറാണ്. നിഷാദ് ഒന്ന് ടാപ്പ് ചെയ്യുന്നു. ചാൻസ് ആരാണ് കിക്ക് എടുത്തതെന്ന് ശ്രീനാഥിന് പറയാൻ സാധിക്കുമായിരിക്കുമല്ലോ. നമ്പർ 212 നരേഷ് ആണ്. നമ്മൾ ആസ് ഐ സെഡ് ടുഡേസ് ഫേവറേറ്റ് പ്ലെയർ, മൈ ഫേവറേറ്റ് പ്ലെയർ. ഇതാണ് ആ ഷോട്ട്, അതൊരു ഗോൾ ലൈൻ സേവ്. ഡിഫൻഡറാണ് നടത്തിയത്, ഗോൾ കീപ്പർ. നിരയിൽ തൊട്ടടുത്തേക്ക് പന്ത് എത്തിച്ചേരുകയാണ്. അവിടെ നല്ലൊരു അംബീഷ്യസ് ബോളാണ് മുന്നിലേക്ക് വെച്ച് നീട്ടുന്നത്. ബാബിൾ ഓ, മനോഹരമായ ഒരു സ്കില്ലിലൂടെ നല്ലൊരു പന്ത് മുന്നിലേക്ക്, ഒരു എക്സലന്റ് അറ്റംപ്റ്റ്. ഓ, ബാബിൾ ഒരു കിക്ക് തൊടുത്തുവിട്ട് നല്ലൊരു അവസരത്തിലേക്ക് എത്താനുള്ള ബബിളിന്റെ ശ്രമം. ഒരു കാർപ്പറ്റ് ഷോട്ടാണ് അവിടെ നൽകിയത്. പക്ഷേ ഋതിൻ ലാൽ നരേഷിലേക്ക് ഒരു ലോങ് ബോൾ കളിക്കാനുള്ള ശ്രമം. ആദിൽ നിന്നും ഒരു ബാക്ക് പാസ്. ഓ, നല്ലൊരു അവസരം. വിനീഷ് ചേട്ടൻ, വെൽ what are you actually looking in a player when you are setting up a first 11? അതിലേക്ക് നമുക്ക് മടങ്ങി വരാം. നല്ലൊരു അവസരം. ഓ, പറയുമ്പോൾ there are two types of team. വെൽ ആ ഒരു ചർച്ച നമുക്ക് രണ്ടാം പകുതിയിൽ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും ബിനീഷ് ഏട്ടാ, തീർച്ചയായിട്ടും. ബിക്കോസ് ഇറ്റ് ഈസ് ഹാഫ് ടൈം സ്കോർ. യുണൈറ്റഡ് എഫ്സിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ക്വാളിഫൈ ചെയ്യാനുള്ള സാധ്യത. ശ്രീനാഥ്, നാളെ എന്തായാലും നമ്മൾ വളരെ ബുദ്ധിമുട്ടും. ഇത് മുത്തൂറ്റ് ഫുട്ബോൾ അക്കാദമി, നല്ലൊരു ഷോട്ട്. ജസ്റ്റ് നമ്പർ 37 അർജുന്റെ കോർണർ ഇൻകമിങ്. സെക്കൻഡ് ബോൾ വിൻ ചെയ്ത് നല്ലൊരു ഡെലിവറി അകത്തേക്ക്, പക്ഷേ അതും ഡിഫെൻഡ് ചെയ്യുകയാണ് അവരുടെ ഭാഗത്ത് നിന്നും. വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഓ, മനോഹരമായി ഡ്രിബിൾ ചെയ്ത് കയറുകയാണ് പെനാൾട്ടി ഏരിയയിലേക്ക്. നല്ലൊരു അവസരം. ചാൻസ് ഫുട്ബോൾ അക്കാദമി, and that is Ajmal for you, number 15 Ajmal. അജ്മലിനെ കുറിച്ച് സംസാരിച്ച് വെച്ചതേ ഉള്ളൂ കുറച്ച് നേരത്തെ. തേർഡ് മാച്ച് ഇൻ ദ ഫസ്റ്റ് 11. 75ാമത് മിനിറ്റിൽ കേരള പോലീസിന്റെ ഡെഡ് ലോക്ക് ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരുപാട് മത്സരങ്ങൾക്ക് ശേഷം കേരള പോലീസിന്റെ വലയിലേക്ക് ഒരു ഗോൾ കണ്ടെത്താൻ അവർക്ക് സാധിക്കുന്നു. പന്തിനു വേണ്ടി നല്ലൊരു അറ്റംപ്റ്റ് ആണ്. അവിടെ ഓവർലാപ്പ് ചെയ്ത് പോകാൻ താരങ്ങളുണ്ട്, പക്ഷേ അതൊരു ഹോസ്പിറ്റൽ പാസ്സാണ് ബിനീഷ് ഏട്ടാ. ബട്ട് അവിടെ കേരള പോലീസ് ആ ഒരു പന്ത് വിൻ ചെയ്യുന്നു. പെനാൾട്ടി ഏരിയയിലേക്ക് നല്ലൊരു പന്ത് ഡെലിവറി. കേരള പോലീസ് ബാക്ക് ടു ദ ഗെയിം. കേരള പോലീസ് കളിക്കളത്തിലേക്ക് മടങ്ങി വരുന്നു. സൂക്ഷിക്കാൻ എത്രത്തോളം വ്യഗ്രതപ്പെടുന്നു എന്ന് കാണുക. It's a bullet shot from Kerala Police. This is Kerala Police. I remind you, നമ്മുടെ രണ്ട് പേരുടെയും പ്രഡിക്ഷൻ തെറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം 1-1 സ്കോർ. തീർച്ചയായും എന്തായാലും നേരെ മറുപുറത്തേക്ക് നല്ലൊരു മുന്നേറ്റമാണ് അവിടെ ബിനീഷ് ഏട്ടാ. ജസ്റ്റ് നമ്പർ 25 നല്ലൊരു അംബീഷ്യസ് ബോളാണ്. ചാൻസ് സ്ക്വയർ ചെയ്ത് നൽകുകയാണ് ആ പന്തിന്. അവിടെ ആ ഒരു ഭാരവാഹികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നടത്തിപ്പുകാരിൽ ഒരാളാണ് പ്രസ്തുത താരം കലാധരൻ. എന്തായാലും മത്സരം അവസാനത്തിലേക്ക് എത്തുകയാണ്. കേരള പോലീസ് അവർ കൃത്യമായി കൊണ്ടു നടന്നിരുന്ന ആ ഒരു ക്ലീൻ ഷീറ്റ് റെക്കോർഡ് ആൻഡ് ഓഫ് കോഴ്സ് തോൽവി അറിയാതെയുള്ള ആ ഒരു മുന്നേറ്റം ഇവിടെ അവസാനിക്കുകയാണ്. അതിന് ഫുട്ബോൾ അക്കാദമിക്ക് സാധിക്കുന്നു. 1-1 സമനിലയിൽ അവസാനിക്കുന്ന ഈ മത്സരത്തിന്റെ അർത്ഥം രണ്ടു പേർക്കും ഓരോ പോയിന്റുകൾ വീതം. നിശ്ചിത 5 മത്സരങ്ങൾ 2 ടീമുകൾ കളിച്ചു കഴിഞ്ഞതിന് ശേഷം 13 പോയിന്റുകളുമായി ഈ ടൂർണമെന്റ് അവസാനിപ്പിക്കുന്നത്. 1ാം സ്ഥാനത്താണ് കേരള പോലീസ് ഈ ടൂർണമെന്റ് അവസാനിപ്പിക്കുന്നത്. നേരെ മറുപുറത്ത് മുത്തൂറ്റ് ഫുട്ബോൾ അക്കാദമിയെ സംബന്ധിച്ചിടത്തോളം 8 പോയിന്റുകൾ കരസ്ഥമാക്കിയിരിക്കുന്നു അവർ ആകെ 5 മത്സരങ്ങളിൽ. സോ അടുത്ത വരുന്ന മത്സരങ്ങളൊക്കെ തന്നെയും തീർച്ചയായും എന്തായാലും നിർണായകമായ ഒരു സ്ഥിതിയിലേക്ക് തന്നെയാണ് എത്തിച്ചേർന്നത്. സ്റ്റേഡിയം, it's Kerala Police 1, Muthoot Football Academy 1.